ആരൊക്കെ മന്ത്രിമാർ, ടീം സതീശനിൽ ആരൊക്കെ എന്നാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അല്പസമയത്തിനകം 11 മണിക്ക് ശേഷം വി.ഡി. സതീശൻ ഈ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമാണ് ഘടകകക്ഷികളുമായി അടക്കം ചർച്ച നടത്തുന്നത്. മന്ത്രിമാർക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആരൊക്കെ വേണം, ആർ.സി. ക്യാമ്പിനും കെ.സി. ക്യാമ്പിനും ആരൊക്കെ മന്ത്രിമാരായി വേണം തുടങ്ങിയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ക്യാബിനറ്റ് ഫോർമേഷൻ എന്നുള്ളത്, മന്ത്രിസഭാ രൂപീകരണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രൊറഗേറ്റീവാണ്. പക്ഷേ രാഷ്ട്രീയ കക്ഷികളാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുക എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ താല്പര്യവും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ഘടകകക്ഷികളുടെയും താല്പര്യവും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ടീം സതീശനിൽ ആരൊക്കെ എന്ന് ചർച്ച ചെയ്യാം. ആദ്യം എന്നോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, ടീം സതീശൻ റെഡിയാവാൻ പോവുകയാണ്. മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് സണ്ണി ജോസഫിന്റെയും കെ മുരളീധരന്റെയും പേര് ഫൈനലൈസ് ചെയ്യാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാണോ മന്ത്രിയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ബാക്കി ആരൊക്കെ, എങ്ങനെയാണ് ഇപ്പോൾ മന്ത്രിമാരെ സംബന്ധിക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നത്? ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഒരുപാട് പേരുകളാണ് ചർച്ചയിലേക്ക് വരുന്നത്. കോൺഗ്രസിന് 63 MLA-മാരാണ്. 63 പേർക്ക് മന്ത്രിയാവണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ സജീവ ചർച്ചയിലേക്ക് വരുന്ന പേരുകൾ ഏകദേശം ഒരു 15ഓളം പേരുകൾ സജീവ ചർച്ചയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ എത്ര പേർ വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വി.ഡി. സതീശൻ കൊച്ചിയിൽ നിന്നും വണ്ടി കയറുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്യും. 11 മണിയോടുകൂടി 11-11:15 ഈ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഈ ഘടകകക്ഷി നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. അതിനും അപ്പുറത്ത് UDF കോൺഗ്രസിന്റെ മന്ത്രിമാർ ആര് എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും CP ജോൺ മന്ത്രിയാകും എന്ന് ഏകദേശ ധാരണയായിരിക്കുന്നു. ഷിബു ബേബി ജോൺ RSPയുടെ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മോൻസും മന്ത്രിയാകും എന്നുള്ള കാര്യം കേരള കോൺഗ്രസിന്റെ കാര്യം ഉറപ്പാണ്. പിന്നെ ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനമായി. അനൂപ് ജേക്കബ് മന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരൊക്കെ? നേരത്തെ പറഞ്ഞ സണ്ണി ജോസഫ് ഏകദേശം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ AP അനിൽകുമാറിന്റെ കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കെ മുരളീധരനെ മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ ഇത്രയുമായി വി.ഡി. സതീശൻ 4ആയി, രമേശ് ചെന്നിത്തല കൂടിയുണ്ടെങ്കിൽ 5ആയി. പിന്നെ അവശേഷിക്കുന്ന ഈ പറയുന്ന സീറ്റുകളിലേക്കുള്ള ആരൊക്കെ എന്നുള്ളതാണ് ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ. രമേശ് ചെന്നിത്തല മന്ത്രിയാകാൻ സന്നദ്ധനാകുമോ? അദ്ദേഹം മന്ത്രിയാകാൻ സന്നദ്ധനാണെന്നാണ് ഇന്നലെ വരെയുള്ള വാർത്തകൾ. പക്ഷേ ഇന്ന് അദ്ദേഹം മന്ത്രിയാകുമെന്ന് തീർത്ത് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ അനുയായികളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിയാകുമെന്ന് 100% ഉറപ്പിച്ച് പറയുന്നില്ല. അദ്ദേഹം മന്ത്രിയായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, TJ വിനോദ് തുടങ്ങിയ ആളുകൾ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. പഴയ ഗ്രൂപ്പ് സംവിധാനം അമ്പയെ തകർന്നു പോകരുത് എന്ന നിർബന്ധ ബുദ്ധി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചുണ്ട്. ആഭ്യന്തര വകുപ്പ് കിട്ടിയില്ലെങ്കിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? ആഭ്യന്തര വകുപ്പാണ് രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത്. ആഭ്യന്തരം പ്ലസ് വിജിലൻസ്, അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു ആഗ്രഹം. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നതിൽ തർക്കമുണ്ട്. ധനവകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ, ആഭ്യന്തരം എന്നുള്ളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് RC ക്യാമ്പ്. പക്ഷേ വി.ഡി. സതീശൻ തന്നെ, മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കും എന്നുള്ളതാണ് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നീട് രമേശ് ചെന്നിത്തലയ്ക്ക് ഏതൊരു പ്രധാനപ്പെട്ട വകുപ്പ് എന്നുള്ളതാണ്. 5 വർഷം മന്ത്രിയാവാതെ മാറി നിന്നിട്ട് എന്ത് കാര്യം എന്നുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമുള്ള ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്. ഇന്നലെ ജ്യോതികുമാർ ചാമക്കാലയും ജോസഫ് വാഴക്കിനും അതോടൊപ്പം തന്നെ അൻവർ സാദത്തും കന്റോൺമെന്റ് ഹൗസിലെത്തി നിയുക്ത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ക്യാബിനറ്റിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകുമെന്നൊരു വാർത്ത ഉച്ചയോടുകൂടി വരുന്നത്. ക്യാബിനറ്റിന്റെ ഭാഗമായി ഉണ്ടാകും. മാത്രമല്ല ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം, രമേശ് ചെന്നിത്തല അൻവർ സാദത്തിനെ കൂടി മന്ത്രിയാക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. അൻവർ സാദത്തിനെ സംബന്ധിച്ച് അൻവർ സാദത്ത് 4 തവണ MLA ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്ന് പറയുന്നത്, മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഒരു കോൺഗ്രസ് മന്ത്രി എന്നുള്ളത് വളരെ കാലമായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്. ആര്യാടൻ മുഹമ്മദ് ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട MLA-മാരിൽ ഏറ്റവും സീനിയർ അൻവർ സാദത്താണ്. പക്ഷേ ജില്ലാ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി ഉറപ്പായി പറയുന്ന ഒരു പേര് ടി സിദ്ദിഖിന്റെ പേരായിരിക്കില്ലേ. അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കുമ്പോൾ കോൺഗ്രസിന് 2 ഗുണം, വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പരിഗണന എല്ലാം വെച്ച് അൻവർ സാദത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ രമേശ് ചെന്നിത്തല പറയുകയാണെങ്കിൽ, ഞാൻ മാത്രമല്ല ഒരാൾ കൂടി വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അൻവർ സാദത്തിന്റെ പേരായിരിക്കും ആദ്യം പറയുക തോന്നുന്നു. ആർ അനന്തകൃഷ്ണൻ കൂടിയുണ്ട്. അനന്തൻ, വി.ഡി. സതീശനെ കൂടാതെ 10 മന്ത്രിമാർ, ആ 10 മന്ത്രിമാരിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുക 3 പേരാണ്. ബാക്കി 7 പേരുടെ കാര്യം ഡിബേറ്റബിൾ ആണ്. നമുക്കറിയാം 2011 ക്യാബിനറ്റിൽ ഉറപ്പായും ഉണ്ടാകേണ്ട ആളായിരുന്നു വി.ഡി. സതീശൻ. മോസ്റ്റ് എലിജിബിൾ ആയിരുന്നു. പക്ഷേ അദ്ദേഹം മന്ത്രി ആയിരുന്നില്ല. കെ മുരളീധരൻ മന്ത്രി ആയിരുന്നില്ല. ജി കാർത്തികേയൻ സ്പീക്കർ ആവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എലിജിബിലിറ്റി, സീനിയോറിറ്റി ഇവ ഉണ്ടായതുകൊണ്ട് മാത്രം മന്ത്രിയാകണമെന്നില്ല കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്ന കാര്യം കൂടി അവിടെ നിൽക്കുമ്പോൾ മന്ത്രിസ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ അവസാന റൗണ്ടിൽ ആരൊക്കെ?
അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു പക്ഷേ ക്ഷണിക്കപ്പെട്ട് മന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ് വി ഡി സതീശൻ. അന്ന് അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആര് തഴയപ്പെടും, ആര് ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. ഏതായാലും ഈ തിരുവനന്തപുരത്ത് നിന്ന് കെ മുരളീധരൻ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ളൊരു ഉറച്ച പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥിനെ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യം അങ്ങനെ നമുക്കിപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ച പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല. അതിന് കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അതൃപ്തി ഇതുവരെ അയഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു സന്ദേശം കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തേണ്ടതുണ്ട്. അദ്ദേഹം മന്ത്രിസഭയിൽ ചേരുമോ, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുമോ, അപ്പോൾ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഏതായാലും ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ ഈ ഘടകകക്ഷി നേതാക്കളുടെ യോഗം, ഉഭയകക്ഷി യോഗം നടക്കാൻ പോവുകയാണ്. വി ഡി സതീശൻ അല്പസമയത്തിനകം 11 മണിയോടെ വിമാനത്താവളത്തിൽ വരും. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വരും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കൾ അടക്കം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ നേതാക്കളൊക്കെ ലീഗ് നേതാക്കളെ പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഇപ്പോൾ സന്ദർശിച്ച് അവിടെ നിന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് ആ നേതാക്കളെല്ലാം തിരിച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം അല്പസമയത്തിനകം ഈ കന്റോൺമെന്റ് ഹൗസിലേക്ക് വരും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മന്ത്രിമാർ കോൺഗ്രസിന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 12 മന്ത്രിമാരെങ്കിലും വേണം എന്നുള്ളൊരു ആഗ്രഹം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്.